ഹായ്, ഏറെ രസകരമായ മലയാളം ചലച്ചിത്രം പെണ്ണ് കേസ് 2026 പുറത്തിറങ്ങിയ ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഫെബിൻ സിദ്ധാർത്ഥ് ആയിരുന്നു. E4 എക്സ്പെരിമെന്റ്സും ലണ്ടൻ ടോക്കീസുമായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷൻ വിഭാഗത്തിലെത്തിയത്. നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ ചലച്ചിത്രം അതിന്റെ കൗതുകകരമായ സബ്ജക്റ്റ് കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് ഈ കഥയുടെ വിശദമായ കഥ ഒന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ഒരു ദിവസം പുലർച്ചെയാണ്. മെൻസ് ആർമി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ അന്നൊരു കല്യാണത്തിനായി പുറപ്പെടാൻ നിൽക്കുന്നു. ഗ്രൂപ്പിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് അവർ ഗ്രൂപ്പായി പല കല്യാണത്തിനും പോയിട്ടുണ്ട്. അങ്ങനെ കല്യാണത്തിന് പോകുന്നതിന് അവർക്കെന്തോ ലക്ഷ്യവുമുണ്ട്. അതിന്റെ വരവ് ചെലവ് കണക്കുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ആ കൂട്ടായ്മയിൽ അന്നത്തെ കല്യാണത്തിന് പോവാൻ തീരുമാനിച്ചിറങ്ങിയവർ ജീപ്പിൽ ആ കല്യാണ ഹാളിലേക്ക് പുറപ്പെട്ടു. വൈകാതെ അവർ അങ്ങോട്ടേക്കും വന്നു ചേർന്നു. സുഭാഷ് എന്ന യുവാവിന്റെയും ബിന്ദു എന്ന യുവതിയുടെയും വിവാഹമാണെന്നവിടെ നടക്കാനിരിക്കുന്നത്. സുഭാഷ് ഗൾഫിലായിരുന്നു. നാളുകളായി വിവാഹം കഴിക്കാൻ പറ്റാതിരുന്ന സുഭാഷിന് ബിന്ദു വധുവായിട്ട് എത്തിച്ചേരുകയായിരുന്നു. ചെറിയൊരു പ്രണയത്തിനു ശേഷമാണ് അവരിപ്പോൾ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നത്. സുഭാഷ് വലിയ ആവേശത്തിലുമായിരുന്നു. അപ്പോഴാണ് കല്യാണ മണ്ഡപത്തിലേക്ക് മെൻസ് ആർമി സംഘം വന്നെത്തുന്നത്. കല്യാണം മുടക്കാനാണ് അവർ എത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞതും അവിടെ ഒരു അടി തന്നെ നടന്നു. മൊത്തത്തിൽ കല്യാണ മണ്ഡപം തന്നെ ആകെ കലുഷിതമായി മാറി. വിവാഹം മുടങ്ങി. അങ്ങനെ വിവാഹ സംഘവും മെൻസ് ആർമി സംഘവും സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്കും എത്തിച്ചേർന്നു. SHOയെ കാണുവാൻ എല്ലാവരും കാത്തുനിൽക്കുകയാണ്. ആ പോലീസ് സ്റ്റേഷനാണെങ്കിൽ കൃഷി സൗഹൃദ പോലീസ് സ്റ്റേഷനായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ തന്നെ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ജൈവ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷിനാണെങ്കിൽ അവിടെ വന്നയാളുകൾ പറഞ്ഞതും മറ്റു കാര്യങ്ങളുമൊന്നും ചെവിയിൽ വീണിട്ടില്ല. വിവാഹം നടക്കണം എന്നതു മാത്രമാണ് സുഭാഷിന്റെ ലക്ഷ്യം. തന്റെ ബിന്ദുവിനെ എന്തോ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണെന്നും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണം എന്നും പറഞ്ഞാണ് സുഭാഷ് അവിടെ നിൽക്കുന്നത്. SHO തിരക്കിലായതുകൊണ്ട് പുറത്തവർക്ക് കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നു. SHO മനോജ് അപ്പോൾ മറ്റൊരു കേസിന്റെ ചർച്ചയിലായിരുന്നു. ഒരു റിവ്യൂവർ പാവപ്പെട്ട കുടുംബശ്രീക്കാർ നടത്തുന്ന ഹോട്ടലിൽ വന്ന് കള്ള റിവ്യൂ ഇട്ട് അവരുടെ ഹോട്ടൽ തന്നെ പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ആ പാവം സ്ത്രീകളുടെ പക്കലാണ് ന്യായമെന്ന് മനസ്സിലായതും മനോജ് റിവ്യൂവറിനെയും കൂട്ടാളിയെയും ശിക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ പുറത്തു പ്രശ്നം കനത്തോണ്ടിരിക്കുകയാണ്. മനോജ് അങ്ങോട്ടേക്ക് വന്ന് എന്താണ് കാര്യമെന്ന് തിരക്കി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാര്യം വെളിപ്പെടുന്നത്. മെൻസ് ആർമിയിലെ ആ 5 പേരും വധുവായ ബിന്ദുവിന്റെ എക്സ് ഹസ്ബൻഡ്സ് ആണത്രേ. ആ 5 പേരെയും വിവാഹ തട്ടിപ്പ് നടത്തി നിലവിൽ വധുവായി ബിന്ദു എന്ന പേരിലുള്ള സ്ത്രീ മുങ്ങിയതാണ്. അവിടെ കല്യാണവേഷത്തിലുണ്ടായിരുന്ന ബിന്ദുവിനെ തട്ടിപ്പ് സ്ത്രീയെ ആ സമയം മനോജ് ഒന്ന് എത്തിനോക്കുന്നുമുണ്ട്. പാവം പിടിച്ച പോലെ ദുഃഖിതയായിട്ടിരിക്കുകയായിരുന്നു അവൾ. പിന്നാലെ മനോജ് സുഭാഷിനെയും മെൻസ് ആർമിയിലെ ഒരാളെയും വിളിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ തുടങ്ങി. മെൻസ് ആർമിയിലെ തോമസ് ആയിരുന്നു SHOയ്ക്ക് മുമ്പിൽ തന്റെ കാര്യങ്ങൾ പറഞ്ഞത്. മാട്രിമോണിയിൽ നിന്നായിരുന്നു സൂസനെ തോമസ് പരിചയപ്പെടുന്നത്. പാർട്ടി ഓഫീസിൽ വെച്ചായിരുന്നു അവരുടെ പെണ്ണ് കാണൽ. സുന്ദരിയായ സൂസനെ തോമസിനെ നന്നേ പിടിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞതും തോമസിനെയും കുടുംബത്തെയും പറ്റിച്ച് സ്വർണവും മറ്റുമായി അവള് മുങ്ങി. അത് കേട്ടതും സുഭാഷ് ചാടി പറഞ്ഞു, ഇതൊന്നും ശരിയല്ല. എന്റെ ബിന്ദു കോഴിക്കോട് ബീച്ചിന്റെ അപ്പുറം കണ്ടിട്ടില്ല. പക്ഷേ തോമസ് പറഞ്ഞു, അവള് പഠിച്ച കള്ളിയാണ്. കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞാണ് അവളെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയത്. പറ്റിക്കപ്പെട്ട സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി തോമസ് SHO മനോജിന് കൈമാറി. മനോജ് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ഒരു കോൺസ്റ്റബിളിന്റെ കയ്യിൽ കൊടുത്തു. പിന്നാലെ സുഭാഷിനടുക്കൽ ബിന്ദുവിനെ പറ്റി ചോദിച്ചു. സുഭാഷ് ആദ്യം തങ്ങളുടെ പ്രണയവിവാഹമാണെന്ന മട്ടിൽ പറഞ്ഞെങ്കിലും പിന്നീട് ബിന്ദുവിനെ താൻ മാട്രിമോണി വഴിയാണ് പരിചയപ്പെട്ടത് എന്ന കാര്യം അറിയിച്ചു. ബിന്ദുവിന് ബന്ധുക്കളില്ലേ എന്ന് ചോദിച്ചപ്പോ അവൾ ഒറ്റയ്ക്കാണെന്ന് സുഭാഷ് മറുപടി പറഞ്ഞു. പിന്നാലെ വിശദീകരിച്ചു. കല്യാണത്തിന്റെ ആദ്യ സമയത്ത് മനോജിനെ വിളിച്ചതും സംസാരിച്ചതുമൊക്കെ ബിന്ദുവിന്റെ സഹോദരനായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ബിന്ദുവിന് ഒരു കാനഡക്കാരന്റെ കല്യാണം വന്നു. അതോടെ ബിന്ദുവിന്റെ സഹോദരൻ അങ്ങോട്ടേക്കും അറിഞ്ഞു. പക്ഷേ ബിന്ദു സുഭാഷിനെയെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നു. അതോടെ ബിന്ദുവിന്റെ കുടുംബം മൊത്തം ബിന്ദുവിനോട് തെറ്റിപ്പിരിഞ്ഞുപോയി. അത് കേട്ടതും പുച്ഛച്ചിരിയോടെ തോമസ് പറഞ്ഞു, നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. പക്ഷേ സുഭാഷിന് ബിന്ദു നിരപരാധിയാണെന്നായിരുന്നു തോന്നൽ. പിന്നാലെ നടപടിയെടുക്കാൻ മനോജിനോട് തോമസ് ആവശ്യപ്പെട്ടു. പക്ഷെ ഇതിനൊക്കെ ഓരോ പ്രൊസീജിയർ ഇല്ലേ എന്നായിരുന്നു മനോജിന്റെ മറുപടി. തോമസ് പറഞ്ഞു, എന്ത് പ്രൊസീജിയറാ സാറേ? ഇതിന്റെ പുറകെ നടന്ന് മടുത്തിട്ട ഞങ്ങൾ തന്നെ നേരിട്ടിറങ്ങി അന്വേഷിക്കാൻ തുടങ്ങിയത്. ഒടുവില് തട്ടിപ്പ് നടത്തി മുങ്ങിയെടുത്തു നിന്ന് അവളുടെ ഭർത്താക്കന്മാരെ കണ്ടുകിട്ടി. ഞങ്ങളൊക്കെ ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെയാണ് ഒടുവിൽ ഇവരുടെ കല്യാണ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതും.
പിന്നാലെ മനോജ് കല്യാണ തട്ടിപ്പുകാരിയായ ആ സ്ത്രീയെ തന്റെ ക്യാബിലേക്ക് വിളിപ്പിച്ചു. പ്രശ്നത്തിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു. പക്ഷെ അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. സുഭാഷ് ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കയറി, എന്റെ ബിന്ദു, ഞാൻ നിന്നെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന മട്ടിലൊക്കെ വലിയ വായിൽ പറയുന്നുമുണ്ട്. അപ്പോഴും ബിന്ദു നിരപരാധിയാണെന്നാണ് സുഭാഷ് വിശ്വസിക്കുന്നത്. തോമസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്ത് SHO മനോജിനെ കാണിച്ചു. കല്യാണത്തിന് ഏതോ ഒരു ബന്ധു എടുത്ത ഒരു ഫോട്ടോയിൽ തട്ടിപ്പുകാരിയായ ആ സ്ത്രീയുടെ പാതിമുഖം പതിഞ്ഞിരുന്നു. മറ്റ് കല്യാണ ഫോട്ടോസൊന്നും അവരുടെ പക്കലില്ല. എല്ലാ കല്യാണത്തിനും താൻ ഫോട്ടോ ചെയ്യാണെന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫിയിൽ നിന്നും മറ്റും ഒഴിഞ്ഞു മാറുകയായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നത്. തട്ടിപ്പ് SHO മനോജിന് ബോധ്യപ്പെട്ടതും മറ്റു കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി 7 ദിവസത്തേക്ക് പ്രതി റിമാൻഡ് ചെയ്യപ്പെട്ടു. ഇതിനിടയിൽ സംഭവം വാർത്താമാധ്യമങ്ങളിലേക്കും മറ്റും എത്തിച്ചേർന്നിരുന്നു. പക്ഷേ കോടതിയിൽ നിന്നിറങ്ങുമ്പോ ഒന്ന് സംഭവിച്ചു. തട്ടിപ്പുകാരിയെ വകവരുത്താനെന്ന മട്ടിൽ ആക്രമിക്കാൻ ഒരു ഗുണ്ടാസംഘം ശ്രമിച്ചു. ഒരു തരത്തിലായിരുന്നു അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി പോലീസ് സുരക്ഷിതമായി പ്രതിയെ കൂട്ടിക്കൊണ്ടുപോയത്. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞതുമില്ല. ജയിലിലേക്ക് പോകുന്ന വഴിയിൽ SHO മനോജ് പറഞ്ഞു, എന്തൊക്കെ വള്ളിയും കൊണ്ടവയോള് വന്നിരിക്കുന്നത്. പ്രതിയാണെങ്കിൽ അപ്പോഴും ഒന്നും പറയുന്നില്ല. അവളങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ജയിലിൽ നിന്ന് തെളിവെടുപ്പിനും കുറ്റവിചാരണയ്ക്കും വേണ്ടി സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവന്നു. സുഭാഷും കൂട്ടുകാരനും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴും പ്രതിയായ തന്റെ പ്രതിശ്രുത വധു നിരപരാധിയാണെന്നാണ് സുഭാഷ് വിശ്വസിക്കുന്നത്. അവൾക്കുള്ള വസ്ത്രങ്ങളുമൊക്കെയായിട്ടായിരുന്നു സുഭാഷ് വന്നത്. ഒടുവിൽ വസ്ത്രമേൽപ്പിച്ച് സുഭാഷ് അവിടെ നിന്നിറങ്ങി. പിന്നാലെ SHO മനോജ് വന്നു. SHO സ്റ്റേഷനിലേക്ക് കയറുമ്പോ പുതുതായി ജോയിൻ ചെയ്യാനെത്തിയ ട്രെയിനി SI വിനോദ് അത് മൈൻഡ് ചെയ്യാതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. SHO അത് ശ്രദ്ധിച്ചതും കോൺസ്റ്റബിൾ വിനോദിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. പക്ഷേ SHOക്ക് വലിയ വിലയൊന്നും കൊടുക്കാതെ താൻ പുതിയ ട്രെയിനി SI ആണ് എന്ന് പറഞ്ഞ് വിനോദ് നിന്നു. കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ SHOയോട് പറഞ്ഞു, നമ്മുടെ SP മേഡം വിനോദ് സാറിന്റെ മേമയാണ്. അതൊന്നും SHO മനോജിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. മേമയും മരുമോനും ഒക്കെ അങ്ങ് വീട്ടില് സ്റ്റേഷനിൽ അതിന്റേതായ രീതി പാലിക്കണം. പോലീസ് പ്രോട്ടോകോൾ പാടില്ലെന്ന് നിന്റെ മേമ പറഞ്ഞിട്ടുണ്ടോ എന്ന് SHO വിനോദിനോട് ചോദിച്ചു. വിനോദ് ഒന്ന് ചൂളി തുപ്പിയെടുത്തു വെച്ച് SHOയെ സല്യൂട്ട് ചെയ്തു. പിന്നാലെ മനോജ് തന്റെ ക്യാബിനിലേക്ക് കയറി. അന്ന് സ്റ്റേഷനിൽ പ്രിൻസിപ്പൽ SIയെ കാണാൻ വേണ്ടി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിലെ 2 പേർ വന്നിരുന്നു. അവിടെ ഒരു പോലീസ് ക്യാന്റീൻ ആരംഭിക്കുന്നുണ്ട്. ഫിനാൻസ് മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അക്കാര്യം പറയാനും വിവരം നോട്ടീസ് ബോർഡിൽ ഇടാനുമായിരുന്നു അവരെത്തിച്ചേർന്നിരുന്നത്. നോട്ടീസിൽ ജീവൻ എന്ന് പേരുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഫോട്ടോയും മറ്റുമുണ്ട്. അദ്ദേഹവും ക്ഷണിതാവാണ്. അപ്പോഴാണ് അവരുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ജീവനും SHO മനോജും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. അവർ തമ്മിൽ ആ അടുത്തൊരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. ജീവൻ മനഃപൂർവ്വം CI മനോജിനിട്ടൊരു പണി കൊടുത്തിരുന്നു. ഒരു പ്രതിഷേധ മാർച്ച് നടക്കുമ്പോ അത് തടഞ്ഞ് SHO മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഒരു വനിതാ പ്രവർത്തക മുന്നിലേക്ക് തള്ളലേറ്റ പോലെ വീഴാൻ പോയി. വീഴാതിരിക്കാൻ വേണ്ടി മനോജ് അവരെ താങ്ങിപ്പിടിച്ചു. പക്ഷേ വനിതാ പ്രവർത്തകയെ കീറിപ്പിടിച്ചു എന്ന മട്ടിൽ ജീവൻ അത് വരുത്തി. അന്ന് അവിടെ വെച്ച് പബ്ലിക്കായി ജീവൻ മനോജിനെ തല്ലുകയും ചെയ്തു. ടിവിയിലും മറ്റും ആ വാർത്ത വന്നു. മനോജ് അത്യാവശ്യം നല്ല രീതിയിൽ നാറി. അതിന്റെ പേരിൽ മനോജിന്റെ നടക്കാനിരുന്ന വിവാഹം പോലും മുടങ്ങി. ജീവൻ മൊത്തത്തിൽ ഫ്രോഡായിരുന്നു. പണ്ടൊരു ചാരിറ്റി തട്ടിപ്പ് കേസിൽ ജസ്റ്റ് ഒന്ന് മിസ്സായി അയാൾ രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയായി. പോലീസുകാരുടെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ നോട്ടീസ് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കാൻ പറഞ്ഞ് വന്നവർ തിരികെ ഇറങ്ങിപ്പോയി. അവിടെ ഇരുന്ന ലേഡി കോൺസ്റ്റബിൾ പ്രിൻസിപ്പൽ SIയുടെ അടുത്തെത്തി പത്രവും എടുത്തു വാങ്ങി വന്നു. ശേഷം അവിടെ ഇരുന്ന് ചരമവാർത്തകൾ നോക്കാൻ ആരംഭിച്ചു. ഈ സമയം അവിടെ ബെഞ്ചിൽ കല്യാണ തട്ടിപ്പ് കേസിലെ പ്രതിയും ഇരിക്കുന്നുണ്ട്. മറുവശത്ത് മനോജാകട്ടെ മുടങ്ങിപ്പോയ കല്യാണത്തിലെ തന്റെ വധുവായിരുന്ന വിജയെ വിളിച്ച് സംസാരിക്കുകയാണ്. അതൊരു ഫ്രെയിം ചെയ്യപ്പെട്ട കേസായിരുന്നെന്നും താൻ നിരപരാധിയാണെന്നും വിജയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ മനോജ് ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. വിജയുടെ കുടുംബം ആ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വിജയെ മനോജിന് ഇഷ്ടമായിരുന്നു. വിജയെങ്കിലും തന്നെ വിശ്വസിക്കണമെന്നും അവളുടെ തീരുമാനം പറയണമെന്നും മനോജ് ആവശ്യപ്പെട്ടു. പിന്നാലെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും പ്രിൻസിപ്പൽ SI SHOയുടെ മുറിയിലേക്ക് വന്നു. തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. SHO ഒരു കാര്യം മനസ്സിലാക്കി. ഒരു ജില്ലയിലെ റൂറലായ പലയിടത്തും അവൾ തട്ടിപ്പ് കല്യാണം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും. പക്ഷെ അവൾ ഇപ്പോഴും ഒന്നും മിണ്ടുന്നുമില്ല. ആ കുട്ടിയാരെയോ ഭയക്കുന്നുണ്ട് എന്നായിരുന്നു പ്രിൻസിപ്പൽ SI പറഞ്ഞത്. പിന്നാലെ അവർ അവളെ ഇരുത്തി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അവളുടെ ബാഗിൽ നിന്നും 2 ചെറിയ പാസ്പോർട്ട് ഫോട്ടോ കിട്ടി. അതിലൊന്നിൽ അവളുടെ ഫോട്ടോ ആയിരുന്നു. പിന്നിൽ രോഹിണി എന്നും 30 വയസ്സെന്നും എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ മറ്റൊരാളുടെ പാസ്പോർട്ട് ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇതാണോ അടുത്തയാള് എന്ന മട്ടിൽ അയാളുടെ ഫോട്ടോ SHO അവിടെ വെച്ചു. അവളുടെ തട്ടിപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് തങ്ങളുടെ കയ്യിലുണ്ടെന്നും അവൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞാൽ ഞങ്ങളുടെ പണി കഴിഞ്ഞുവെന്നും മനോജ് അവളോട് പറഞ്ഞു. പക്ഷേ പ്രതി എപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. അവളുടെ യഥാർത്ഥ
യഥാർത്ഥ പേര് ചോദിച്ചിട്ടും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഓരോ തട്ടിപ്പ് കല്യാണത്തെപ്പറ്റിയും SHO മനോജ് എടുത്തെടുത്ത് പറഞ്ഞു. കല്യാണം കഴിയുന്ന അന്ന് തന്നെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പോലും സ്വർണവുമായി അവൾ കടന്നു കളയുകയായിരുന്നു എപ്പോഴും ചെയ്തിരുന്നത്. അവളോട് പറയാൻ വേണ്ടി SHO ആവശ്യപ്പെട്ടെങ്കിലും ദുഃഖിച്ച് ഭയന്ന പോലെ ഇരുന്നിരുന്ന അവൾ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ SHO ദേഷ്യപ്പെട്ടു. ഒടുവിൽ അവിടുത്തെ പോലീസുകാരൊക്കെ പുറത്തേക്കിറങ്ങി. ലേഡി കോൺസ്റ്റബിൾ സിനിക്കടുക്കൽ ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ അറിയാനും SI നിർദ്ദേശം കൊടുത്തു. സിനി ചോദ്യം ചെയ്യാൻ ആരംഭിക്കാൻ നേരത്താണ് അങ്ങോട്ടേക്ക് അവിടെയുള്ള മറ്റൊരു ലേഡി കോൺസ്റ്റബിൾ വരുന്നത്. അമ്മ വീണുവെന്നും ആശുപത്രിയിലാണെന്നും താൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്നും അവർ സിനിക്കടുത്ത് പറഞ്ഞു. താൻ കുറച്ച് ലീവിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും മനോജ് സാറിനോടൊന്ന് പറഞ്ഞേക്കണേന്നും പറഞ്ഞിട്ടാണ് അവർ പോയത്. സിനി തിരികെ എത്തി പ്രതിക്കടുക്കൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. രോഹിണി എന്നാണ് നിന്റെ യഥാർത്ഥ പേര് എന്ന മട്ടിൽ ചോദിച്ചപ്പോൾ അതെ എന്ന് അവൾ പറഞ്ഞു. അവളുടെ സ്ഥലം എവിടാണെന്ന ചോദ്യത്തിന് സുള്ളി എന്നായിരുന്നു മറുപടി കൊടുത്തത്. പിന്നാലെ അവൾ പറഞ്ഞു, സത്യമെന്താന്നല്ലേ മേഡത്തിനറിയേണ്ടത്, എല്ലാം ചെയ്തത് ഞാനാണ്. ഇനി അല്ലാന്ന് പറഞ്ഞാലും പോലീസിനെന്നല്ല ആർക്കുമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്, ഒരു പ്രശ്നത്തിനും ഞാനില്ല എന്ന് വിതുമ്പലോടെ അവൾ പറഞ്ഞു. എന്തോ പ്രശ്നമുള്ള പോലെ സിനിക്ക് തോന്നിയിരുന്നു. സിനി SHOയുടെയും SIയുടെയും മുമ്പിലെത്തി മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ആ കുട്ടി ആരെയോ ഭയക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. പിന്നീട് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് സിനി ഒരു അനുജത്തിയോടെന്ന പോലെ രോഹിണിക്കടുക്കൽ അടുപ്പം കാണിക്കാൻ ശ്രമിച്ചു. അവളുടെ ഉള്ളിലെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിരുന്നു അവരുടെ ശ്രമം. ആ സമയം സിനി പറഞ്ഞു, നിനക്കറിയാലോ തെളിവുകളൊക്കെ നിനക്കെതിരാണ്, ഒന്നും രണ്ടും കേസൊന്നുമല്ല ഉള്ളത്. നിനക്കെന്തൊക്കെയോ അറിയാമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ പറയാനുള്ള നിന്റെ അവസാന അവസരമാണ്. കരഞ്ഞുകൊണ്ട് രോഹിണി അത് കേട്ട് അവളുടെ മുഖമൊന്നുയർത്തി. അവളെന്തോ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ അവളെല്ലാം പറയാമെന്ന് സമ്മതിച്ചു. അവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ SHOയും SIയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും വന്നു. അവളുടെ പേഴ്സിൽ നിന്നും കിട്ടിയ കൂടെയുണ്ടായിരുന്ന ഫോട്ടോ അത് ഡേവിഡ് എന്ന വ്യക്തിയുടേതാണ് എന്ന് അവൾ പറഞ്ഞു. ഡേവിഡ് വലിയ ഭീകരനായ ഒരു ഗുണ്ടയാണെന്നും അവൾ വ്യക്തമാക്കി. പിന്നാലെ അവൾ അവളുടെ കഥ പറഞ്ഞു തുടങ്ങി. സുള്ളിയക്കടുത്തൊരു ഗ്രാമത്തിലായിരുന്നു അവൾ ജനിച്ചതും വളർന്നതും. ഒരു മഴക്കാലത്ത് മണ്ണിടിച്ചിലിൽ അവളുടെ അച്ഛൻ പണിതിരുന്ന കെട്ടിടം തകർന്നു. അവളുടെ അച്ഛൻ അവിടെ വെച്ചേ മരണപ്പെട്ടു. നാട്ടിൽ നിൽക്കാൻ പറ്റാതായപ്പോ അവൾ അമ്മയെയും കൂട്ടി ജോലി അന്വേഷിച്ച് നേരെ മൈസൂർക്ക് പോയി. മൈസൂരിൽ അവരെ സഹായിക്കാൻ അവളുടെ അച്ഛന്റെ ഒരു സുഹൃത്തിന്റെ മകനുണ്ടായിരുന്നു. അരുളെന്നായിരുന്നു അവന്റെ പേര്. അരുൾ അവരെ സ്വീകരിക്കാനെത്തി. അരുൾ താമസിക്കുന്ന ഇടത്തേക്കും അവരെ കൊണ്ടുപോയി. അവിടായിരുന്നു പിന്നീട് രോഹിണിയും അമ്മയും താമസിച്ചത്. അവിടെ നിന്ന് രോഹിണി ജോലി അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ ജോലിയൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ അരുളുമായി അവൾ അടുപ്പത്തിലായി. അവരുടെ പ്രണയബന്ധം വളർന്നു. സന്തോഷത്തിൽ നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴും രോഹിണിക്ക് ജോലിയായിട്ടില്ല. ഒരിക്കൽ ജോലി അന്വേഷിച്ച് രോഹിണി ഒരു കെട്ടിടത്തിൽ ചെന്നു. റിസപ്ഷനിസ്റ്റിനെ വേണമെന്നായിരുന്നു പരസ്യം. പക്ഷേ അവിടെ നിന്ന് ദേഷ്യത്തിലായിരുന്നു രോഹിണി ഇറങ്ങി വന്നത്. എന്താ കാര്യമെന്ന് കൂടെ പോയിരുന്ന അരുളു ചോദിച്ചപ്പോ അവർക്ക് വേണ്ടത് റിസപ്ഷനിസ്റ്റിനെ ഒന്നുമല്ല എന്ന മട്ടിൽ അവൾ ദേഷ്യത്തോടെ പറയുകയും ചെയ്തു. അരുളെന്ന് അവളുടെ ചെവിയിൽ പാട്ടൊക്കെ വെച്ചു കൊടുത്തായിരുന്നു അവളെ സമാധാനിപ്പിച്ചത്. അവരുടെ പ്രണയം അങ്ങനെ മുമ്പോട്ടേക്ക് പോയി. പക്ഷെ ഒരിക്കലൊന്ന് സംഭവിച്ചു. രോഹിണിയുടെ അമ്മയ്ക്ക് ആകെ സുഖമില്ലാതായി. ചികിത്സയ്ക്ക് വലിയ തുക തന്നെ വേണം. തന്റെ ബൈക്ക് വിറ്റും സേവിങ്സ് എടുത്തും സഹായിക്കാമെന്ന് അരുൾ പറഞ്ഞെങ്കിലും അതുകൊണ്ടൊന്നും തികയില്ല എന്ന് രോഹിണിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും വഴി നോക്കാൻ അവൾ തീരുമാനിച്ചു. ഒടുവിൽ അവൾ മുമ്പ് ഇന്റർവ്യൂവിന് പോയ അതേ ഇടത്തേക്ക് തന്നെ ചെന്നു. ഡേവിഡിന്റെ മുമ്പിലേക്ക്. ഡേവിഡ് അവിടെ തട്ടിപ്പ് കല്യാണത്തിന്റെ ഒരു പ്രസ്ഥാനം തന്നെ നടത്തുകയായിരുന്നു. വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന പുരുഷന്മാരാണ് അവരുടെ പ്രധാന ടാർഗറ്റ്. പാവപ്പെട്ട പെൺകുട്ടികളെ പണം കൊടുക്കാമെന്നും മറ്റും പറഞ്ഞ് തട്ടിപ്പ് കല്യാണത്തിന് അവർ നിർബന്ധിക്കും. പുരുഷന്മാരും അവരുടെ ഫോട്ടോ കണ്ട് ഡേവിഡിന്റെ വലയിൽ വീഴും. വിവാഹം നടക്കും. വിവാഹത്തിന്റെ അന്ന് രാത്രി സ്വർണവും മറ്റും കവർന്ന് രക്ഷപ്പെടുന്ന തട്ടിപ്പുകാരികളായ സ്ത്രീകൾ ഡേവിഡിന്റെ അടുക്കലേക്ക് മടങ്ങിയെത്തും. ഡേവിഡ് അവർക്ക് ആവശ്യത്തിന് പണം കൊടുത്ത് ബാക്കി പണവുമായി പോകും. ഇതാണ് തട്ടിപ്പിന്റെ രീതി. അതിലേക്കാണ് രോഹിണിയും വന്നു ചേരുന്നത്. ഒറ്റ തവണത്തേക്കേ താനുള്ളൂവെന്നും അമ്മയുടെ ചികിത്സയ്ക്ക് പണം വേണ്ടതുകൊണ്ടാണ് എന്നും രോഹിണി ഡേവിഡിനടുക്കൽ പറഞ്ഞു. ഡേവിഡും അതിന് സമ്മതിച്ചു. അങ്ങനെ രോഹിണിയുടെ ആദ്യത്തെ തട്ടിപ്പ് കല്യാണം നടന്നു. ഡേവിഡ് അവിടെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതും സ്വർണമെടുത്ത് ഡേവിഡിനടുക്കലേക്ക് രോഹിണി എത്തി. ഡേവിഡ് തന്നെ രോഹിണിയെ പണം കൊടുത്ത് ആശുപത്രിക്ക് മുമ്പിൽ ഡ്രോപ്പ് ചെയ്തു. ചികിത്സയൊക്കെ നല്ല രീതിയിൽ നടന്നു. അരുളിനോട് പക്ഷെ അവൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. അമ്മ ഡിസ്ചാർജായി സമാധാനത്തിൽ അവരുടെ ജീവിതം വീണ്ടും മുന്നോട്ടേക്ക് പോവാൻ തുടങ്ങി. രോഹിണിക്ക് ഒരു ജ്വല്ലറിയിൽ ജോലിയും ശരിയായി. അവൾ അന്ന് വീട്ടിലേക്ക് വന്നപ്പോ കണ്ടത് ഡേവിഡ് വീട്ടിൽ വന്നിരിക്കുന്നതായിരുന്നു. രോഹിണി വല്ലാതെ ഭയപ്പെട്ടു.
ഇഷ്ടപ്പെട്ടു. പിന്നാലെ രോഹിണിയോട് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഡേവിഡ് താഴേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ രോഹിണി തങ്ങൾക്ക് വേണ്ടി ഇനിയും വർക്ക് ചെയ്യണം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന മട്ടിൽ ഡേവിഡ് പറഞ്ഞു. പക്ഷെ അതിനൊന്നും താനില്ലെന്ന് രോഹിണി തീർത്തു പറയുകയും ചെയ്തു. അതോടെ ഡേവിഡിന്റെ സ്വരം ഭീഷണിയുടെ രീതിയിലേക്ക് മാറി. നേരത്തെ നടന്ന കല്യാണത്തിന്റെ ഫോട്ടോ ഡേവിഡ് കാണിച്ചു. തന്റെ ഒരു ഫോൺ കോളിൽ പഴയ തട്ടിപ്പ് കല്യാണത്തിലെ ഭർത്താവ് അവിടെയെത്തും എന്ന് ഡേവിഡ് രോഹിണിയെ വിരട്ടി. അപ്പോഴാണ് അരുളും അങ്ങോട്ടേക്ക് വരുന്നത്. താൻ രോഹിണിയുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് അരുളിനോട് പരിചയപ്പെട്ട ഡേവിഡ് അരുളിന്റെ ഫോൺ നമ്പറും വാങ്ങി. ഒരു ഭയത്തോടെ രോഹിണി ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. മറ്റു വഴികളില്ലാതെ ഡേവിഡിന്റെ തട്ടിപ്പിന്റെ കൂടെ നിൽക്കാൻ രോഹിണി നിർബന്ധിതയായി. പിന്നീട് അങ്ങോട്ടേക്ക് നിരവധി തട്ടിപ്പ് കല്യാണങ്ങൾക്ക് രോഹിണിക്ക് നിന്നുകൊടുക്കേണ്ടി വന്നു. അരുളിനോടും അമ്മയോടും അപ്പോഴൊന്നും രോഹിണി ഒന്നും മിണ്ടിയില്ല. പിന്നാലെ SHO മനോജ് രോഹിണിക്ക് മുമ്പിലേക്ക് ഒരു പത്രം എടുത്തിട്ടു. കർണാടകയിൽ വെച്ച് വിവാഹ തട്ടിപ്പ് നടത്തിയതിന് ഒരു മലയാളി പെൺകുട്ടി പിടിയിലായ വാർത്തയായിരുന്നു അത്. രോഹിണിയുടെ തന്നെ വാർത്തയാണത്. കൂട്ടുപ്രതികൾ ആരുമില്ല എന്നും അതിലുണ്ടായിരുന്നു. അതിനെപ്പറ്റി പിന്നാലെ രോഹിണി പറഞ്ഞു തുടങ്ങി. തട്ടിപ്പ് കല്യാണങ്ങൾ ഒരു പരിധി വിട്ട് നീണ്ടപ്പോ സഹിക്കാൻ പറ്റാതെ അരുളിനടുക്കൽ രോഹിണി സത്യങ്ങൾ പറഞ്ഞു. അരുള് രോഹിണിയെ സപ്പോർട്ട് ചെയ്തു. ഡേവിഡിനെതിരെയുള്ള തെളിവുകളെടുത്ത് സ്റ്റേഷനിൽ പോകാം എന്നായിരുന്നു അരുള് പറഞ്ഞത്. രോഹിണി അങ്ങനെ ഡേവിഡിന്റെ ഓഫീസിലെത്തി പെൻഡ്രൈവിൽ തെളിവുകൾ കോപ്പി ചെയ്തെടുത്തു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഡേവിഡ് കയറി വന്നിരുന്നു. ഡേവിഡിനെ കണ്ട് ആദ്യമൊന്ന് ഭയന്നെങ്കിലും കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് താൻ നേരിട്ട് വന്നതാണ് എന്ന് ഭയത്തോടെയെങ്കിലും രോഹിണി ഡേവിഡിനോട് പറഞ്ഞു. ഡേവിഡും അതപ്പോൾ വിശ്വസിച്ചു. പണം താൻ നൽകാമെന്നും ഓഫീസിലേക്ക് വരണ്ട, ഫോൺ വിളിച്ചാൽ മതി എന്നും ഡേവിഡ് രോഹിണിയോട് പറഞ്ഞു. രോഹിണി പുറത്തേക്കിറങ്ങി. പക്ഷേ രോഹിണിയുടെ ആ വരവിൽ എന്തൊരു പന്തികേട് ഡേവിഡിന് തോന്നിയിരുന്നു. പിന്നാലെ അരുളും രോഹിണിയും അടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി. വിവരങ്ങൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥൻ ഡേവിഡിന്റെയും മറ്റും ആളായിരുന്നു. അവരോട് വെയിറ്റ് ചെയ്യാൻ ആദ്യം ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പിന്നാലെ പുറത്തുനിന്ന് കംപ്ലൈന്റ് ഫോമും മറ്റും വാങ്ങിക്കൊണ്ടു വരാൻ പറഞ്ഞ് അരുളിനെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞയച്ചു. അരുള് തിരിച്ചു വന്നപ്പോൾ കണ്ടത് രോഹിണിയെ പ്രതിയാക്കി വെച്ചിരിക്കുന്നതും പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്നതുമായിരുന്നു. കൂടുതൽ കാര്യത്തിൽ ഇടപെടാൻ നിന്നാൽ നിന്നെ പിടിച്ചു പ്രതിയാക്കുമെന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥർ അരുളിനെ വിരട്ടി. ഭയന്ന് അരുളിന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അന്ന് വൈകുന്നേരം ജാമ്യം കിട്ടി രോഹിണി പുറത്തിറങ്ങി. അവള് തിരികെ വീട്ടിലേക്കെത്തുമ്പോൾ അവിടെ ഡേവിഡിന്റെ ഗുണ്ടകളുണ്ടായിരുന്നു. അമ്മയും അരുളും അവരുടെ പിടിയിലാണ്. ഡേവിഡ് അവളെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നാലെ അവളോട് പറഞ്ഞു, നിന്റെ അമ്മ ചാവാൻ കിടന്നപ്പോ എന്റെ കാശ് വേണമായിരുന്നു, കാര്യം കഴിഞ്ഞപ്പോ അല്ലേ കേസ് കൊടുത്ത നീ മാത്രമേ അകത്തു പോകൂ. ഡേവിഡ് അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് മറ്റൊരാൾ കടന്നു വന്നു. ആ പേര് കേട്ടതും അവിടുത്തെ പോലീസുകാർ വരെ ഞെട്ടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ജീവൻ എന്നങ്ങോട്ടേക്ക് കടന്നു വന്നു പറഞ്ഞു, അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ, തൊട്ടപ്പുറത്ത് കേരളം ഇങ്ങനെ പരന്നു കിടക്കുവല്ലേ, അതും കെട്ടാച്ചരക്കായ ആണുങ്ങളെ കൊണ്ട്. പിന്നാലെ തനിക്കറിയാവുന്ന കാര്യങ്ങൾ രോഹിണി പറഞ്ഞു. ജീവനും ഈ തട്ടിപ്പ് സംഘത്തിലെ പ്രധാന കണ്ണിയാണ്. ഡേവിഡും ജീവനും ഒന്നിച്ചാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ തട്ടിപ്പ് ചെയ്ത ഇടത്തൊക്കെ ഡേവിഡിനെ കൂടാതെ പുറത്തേക്ക് വരാതെ എല്ലായിടത്തും ജീവനും ഉണ്ടായിരുന്നു. ജീവനെപ്പറ്റി കേട്ടതും മനോജിന്റെ രക്തം തിളച്ചു. കള്ളക്കേസിൽ SHO മനോജിനെ കുടുക്കിയതാണല്ലോ, തിരിച്ചൊരു പണി കൊടുക്കാൻ അവസരം കൈവന്നിരിക്കുന്നു. മനോജ് ചിന്തയിൽ ആണ്ടുനിന്നു. വൈകാതെയാണ് വിജയകുമാർ എന്നൊരു വ്യക്തി രോഹിണിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി രോഹിണി അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരമറിഞ്ഞ് ആ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. രോഹിണി വിജയകുമാറിനെയും വിവാഹം കഴിച്ച് പറ്റിച്ചു മുങ്ങിയതാണ്. കാര്യങ്ങൾ SI ചോദിച്ചറിഞ്ഞു. വിജയകുമാർ വിവാഹം കഴിക്കാൻ കുറെ വൈകിയിരുന്നു. ആ ഒരു സമയത്താണ് വക്കീലായ രോഹിണിയുടെ വിവാഹാലോചന എത്തുന്നത്. കണ്ട മാത്രയിൽ വിജയകുമാറിന് രോഹിണിയെ ഇഷ്ടപ്പെട്ടു. വിജയകുമാറാണെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഭക്തിയോടെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ജാതക ചേർച്ച നല്ല രീതിയിൽ വന്നതുകൊണ്ടും രോഹിണിയെ ഇഷ്ടമായതുകൊണ്ടും വിജയകുമാർ വിവാഹത്തിൽ വലിയ താല്പര്യം കാട്ടി. പതിവ് നമ്പറുകൾ കൊണ്ട് വിജയകുമാറിനെയും ദുർഗ എന്ന പേരിലെത്തിയ രോഹിണി അന്ന് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. രോഹിണിയെ നന്നായിട്ട് പിടിച്ചുപോയ വിജയകുമാറാകട്ടെ 50 പവനോളം സ്വർണമാണ് അന്ന് വിവാഹത്തിനായി വാങ്ങിയതും. വിവാഹത്തിന്റെ അന്ന് രാത്രി വിജയകുമാർ കൂട്ടുകാരെ കാണാൻ പന്തലിലേക്കിറങ്ങിയ സമയത്ത് രോഹിണി മുഴുവൻ സ്വർണവും എടുത്തു മുങ്ങി. നാണക്കേട് ചിന്തിച്ച് പാവം വിജയകുമാറാണെങ്കിൽ ആരോടും ഒന്നും പറഞ്ഞതുമില്ല. പതിവ് പോലെ ഫോട്ടോ ചെയ്യാണെന്നായിരുന്നു ദുർഗ പറഞ്ഞിരുന്നതും. അതുകൊണ്ട് കല്യാണത്തിന്റെ ഫോട്ടോസുമില്ല. SHO മനോജ് ഒക്കെ കേട്ട ശേഷം ഡേവിഡിന്റെ ഫോട്ടോ വിജയകുമാറിനെ കാണിച്ചു. ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വിജയകുമാർ ഓർത്തു പറഞ്ഞു. ഒരിക്കൽ കോടതിയിൽ വെച്ച് കല്യാണ ക്ഷണക്കത്ത് ദുർഗയെ കാണിക്കാനും മറ്റുമായി വിജയകുമാർ പോയിരുന്നു. അന്ന് ദൂരെ നിന്ന് ഡേവിഡ് ദുർഗക്കടുക്കൽ വലിയ രീതിയിൽ എന്തോ ഷൗട്ട് ചെയ്യുന്നത് കണ്ടു എന്ന് വിജയകുമാർ പറഞ്ഞു. രോഹിണിക്കടുത്തെത്തി SHO മനോജ് ചോദിച്ചു, വിജയകുമാർ ഡേവിഡിനെ കണ്ടു എന്ന്
പറഞ്ഞ ആ ദിവസം അവിടെ ജീവനുണ്ടായിരുന്നു. അയാൾ ഒരു ഭൂതമാ സാറേ, അങ്ങനൊന്നും ആർക്കും അയാളെ കാണാൻ പറ്റില്ല എന്നായിരുന്നു രോഹിണിയുടെ മറുപടി. ഇതിനിടയിൽ മനോജ് കെട്ടാനിരുന്ന പഴയ സ്നേഹിത കൂടിയായിരുന്ന വിജയ് എന്ന ആ പെൺകുട്ടി ഏകാന്തതയെപ്പറ്റിയൊക്കെ ഓരോ സ്റ്റാറ്റസ് ഇടുന്നുണ്ടായിരുന്നു. മറുവശത്ത് SP-യുടെ മരുമകനാകട്ടെ ആ സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്റെ മേമയ്ക്കടുത്ത് SP-ക്കടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടുമിരുന്നു. അങ്ങനെ SP SHO മനോജിനെ വിളിപ്പിച്ചു. കേസിന്റെ കാര്യങ്ങളും പുതിയ ലീഡുകളെ പറ്റിയും SHO SP-ക്കടുത്ത് വിശദീകരിച്ചു. തന്റെ അനന്തരവനെ അന്ന് വിരട്ടിയതിന്റെയും അവൻ പറഞ്ഞുകൊടുത്ത കാര്യത്തിന്റെയും ചുരുക്ക് SP-ക്ക് മനോജിനോടുണ്ടായിരുന്നു. ആ പെണ്ണ് കളവ് പറയുന്നതാണെന്നും ഈ തിരക്കിനിടയിൽ അതൊന്നും നോക്കാൻ നേരമില്ലെന്നും പെട്ടെന്ന് കേസ് തീർക്കാനും SP പറഞ്ഞു. പക്ഷേ മനോജ് അതിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുകയായിരുന്നു ചെയ്തത്. അതോടെ SP ഇടഞ്ഞു. ആ കേസിന്റെ അന്വേഷണം തന്റെ അനന്തരവൻ കൂടിയായ ട്രെയിനി SI വിനോദിനെ ഏൽപ്പിക്കാൻ SP ഉത്തരവിട്ടു. മാത്രമല്ല ക്യാൻറ്റീൻ ഉദ്ഘാടന ഫംഗ്ഷനിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അന്നവിടെ മിനിസ്റ്ററൊക്കെ വരുന്നതാണല്ലോ, അതിന് പ്രൊട്ടക്ഷൻ. മനോജിന് വല്ലാതെ പൊളിയുന്നുണ്ടായിരുന്നു. പക്ഷേ SP ആയതുകൊണ്ട് അയാളൊന്നും മിണ്ടിയില്ല. തിരിച്ചിറങ്ങാൻ നേരം സെല്യൂട്ട് ചെയ്യാൻ മനോജ് മറന്നു. SP വിളിച്ച് മനോജ് അന്ന് തന്റെ അനന്തരവനോട് പറഞ്ഞത് അതേപോലെ തിരിച്ചു പറഞ്ഞു. പോലീസ് ചിട്ടയൊക്കെ ഞാൻ പറഞ്ഞു തരണോ? മനോജ് ഒടുവിൽ സെല്യൂട്ട് ചെയ്തിട്ടായിരുന്നു ഇറങ്ങിയത്. മനോജ് ഇറങ്ങുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജീവൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ജീവൻ അകത്തേക്ക് കയറി. വളരെ കാര്യമായിട്ടായിരുന്നു SP അയാളെ സ്വാഗതം ചെയ്യുന്നത്. ഇതിന് പിന്നിൽ നിന്ന് കളിക്കുന്നത് ജീവനാണോ എന്ന് പോലും മനോജിന് സംശയം തോന്നി. ഈ കേസിൽ നിന്ന് തന്നെ മാറ്റാൻ കാരണം ജീവന്റെ ഹോൾഡാണോ എന്നും മനോജിന് സംശയമുണ്ടായിരുന്നു. മനോജ് പിന്നാലെ താനുമായി കല്യാണം ഉറപ്പിച്ച് അത് മുടങ്ങിയ ആ പെൺകുട്ടിയെ കാണാൻ പോയി. അവളിങ്ങനെ ഏകാന്തത എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ചോദിക്കാനായിരുന്നു അത്. പക്ഷെ അവള് തീർത്തു പറഞ്ഞു, മനോജ് നിരപരാധിയാണെന്ന കാര്യം എനിക്ക് മനസ്സിലാകും. പക്ഷെ എന്റെ വീട്ടുകാരെയും കൂടി അത് വിശ്വസിപ്പിച്ചാലേ എന്തെങ്കിലും നടക്കൂ. എത്ര കാത്തിരുന്നിട്ടാണെങ്കിലും വീട്ടുകാരുടെ സമ്മതമില്ലാതൊന്നും നടക്കില്ല എന്നവൾ തീർത്തു പറഞ്ഞു. ജീവൻ കാരണം തന്റെ ജീവിതത്തിലുണ്ടായ ആ പ്രശ്നങ്ങൾ മനോജിനെ വെറുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. SIയുമൊത്ത് അന്ന് മദ്യപിച്ചിരുന്ന് സംസാരിക്കുമ്പോ ജീവന്റെ ദേഷ്യം മുഴുവൻ പുറത്തു ചാടി. ജീവനെ കൊടുക്കണം, തട്ടിപ്പ് കേസ് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന് മനോജ് തീരുമാനിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് രോഹിണിയുമായി തെളിവെടുപ്പിനുള്ള യാത്രയായിരുന്നു. തട്ടിപ്പ് നടത്തിയ ഓരോ വീട്ടിലും പോയി അവർ തെളിവെടുത്തു. എല്ലായിടത്തും ഏറെ നിസ്സഹായയായിട്ടായിരുന്നു രോഹിണി കാണപ്പെട്ടത്. സുള്ളിയയിൽ പോയി രോഹിണിയുടെ കുടുംബത്തെപ്പറ്റി അന്വേഷിക്കാൻ പോലീസുകാരെത്തിയെങ്കിലും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടെന്ന് കുറെ പേർ മരണപ്പെട്ടതുകൊണ്ട് വിവരങ്ങൾ ലഭ്യമല്ലെന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അന്വേഷണം മൈസൂരിലേക്കും നീണ്ടു. അന്നവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ മനോജ് നേരിട്ട് പോയി. കിട്ടുന്ന വിവരങ്ങൾ കൈമാറാം എന്നവിടുത്തെ ഉദ്യോഗസ്ഥൻ മനോജിന് ഉറപ്പ് കൊടുത്തു. ഇതിനിടയിൽ പോലീസിനൊരു CCTV ഫുട്ടേജ് കിട്ടി. സുഭാഷിന്റെ വിവാഹം നടന്നയന്ന് ആ ഹാളിന് സമീപത്തേക്ക് വിവാഹം കൂടാനെന്ന പോലെ ജീവന്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സുഭാഷിനെ വിളിച്ച് ജീവനെ വിളിച്ചിട്ടുണ്ടോ എന്ന് തിരക്കി. ജീവൻ ആദ്യം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് തന്റെ വിവാഹം വലിയ കാര്യമായി നടത്തിയതുകൊണ്ട് അറിയുന്നതും അറിയാത്തതുമായി എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സുഭാഷ് പറഞ്ഞു. ഇതിനിടയിൽ SP മനോജിനെ വിളിച്ചു. കേസാനന്തരവനെ ഹാൻഡ് ഓവർ ചെയ്യാത്തതിന്റെ പേരിൽ മനോജിനെ കുറെ ശകാരിച്ചു. മനോജിനാണെങ്കിൽ എല്ലാം കൊണ്ടും ആകെ ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടായിരുന്നു. ജീവന് തീർച്ചയായും ഈ കേസിൽ എന്തോ ബന്ധമുണ്ട്. അതുകൊണ്ട് ജീവൻ SP കൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് മാറ്റാൻ നോക്കുവാണ് എന്നാണ് മനോജ് ചിന്തിച്ചത് മുഴുവൻ. അപ്പോഴാണ് SI വന്നൊരു കാര്യം പറയുന്നത്. അരുളിനെ പറ്റി SI ഒന്ന് നോക്കിയിരുന്നു. ഞെട്ടിക്കുന്നൊരു വിവരം അവർക്ക് കിട്ടി. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഒരു തമിഴന്റെ മൃതദേഹമുണ്ടെന്ന് വിവരമറിഞ്ഞ് അദ്ദേഹം അന്വേഷിച്ചതായിരുന്നു. അത് അരുളിന്റെ മൃതദേഹമാണ്. രോഹിണിയെ അറസ്റ്റ് ചെയ്ത് അന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കിട്ടിയ വിവരം. ആ വിവരം രോഹിണിയും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവൾ വല്ലാത്ത ദുഃഖത്തിലാണ്. മനോജ് പോയി അവളോട് സംസാരിച്ചു. പാവം, എനിക്ക് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ് അവൾ വിതുമ്പാൻ ആരംഭിച്ചു. പിന്നാലെ എന്റെ അമ്മയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നവൾ SHOയോട് ചോദിച്ചു. അന്വേഷിക്കുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പിന്നാലെ അവൾ പറഞ്ഞു, എല്ലാവരുടെയും കണ്ണില് ഞാൻ മാത്രമല്ല തെറ്റുകാരി, ബാക്കിയുള്ളവരൊക്കെ പുറത്ത് മാന്യന്മാരായി നടക്കുവല്ലേ, മതിയായി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ അവൾ അന്ന് മൈസൂരിൽ വെച്ച് കോപ്പി ചെയ്തെടുത്ത ആ തെളിവുകളുടെ പെൻഡ്രൈവ് അരുള് തന്നെ കാണാൻ വന്നപ്പോ തന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നുവെന്ന് അവൾ SHOയെ അറിയിച്ചു. ആ പെൻഡ്രൈവ് എവിടെയാണെന്ന് ചോദിച്ചെങ്കിലും ആദ്യം രോഹിണി പറയാൻ കൂട്ടാക്കിയില്ല. പിന്നാലെ SHO പറഞ്ഞു, നിനക്കെന്നെ വിശ്വസിക്കാം, നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് രാപകലില്ലാതെ ഞാൻ ഈ കേസിന് പിന്നാലെ നിൽക്കുന്നത്. രോഹിണി പറഞ്ഞു, എനിക്കറിയാം, ഈ തെളിവുകൾ എന്റെ പക്കലുണ്ടെന്നറിഞ്ഞാൽ ഉറപ്പായും അവരെന്നെ തേടി വരും. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇനി സാറിനെ കൊണ്ട് മാത്രമേ കഴിയൂ. കണ്ണീരോടെ അവളത് പറഞ്ഞപ്പോ മനോജ് ആലോചനയിൽ മുഴുകിയിരുന്നു. മനോജ് തിരികെ വന്നപ്പോ അവിടെ SI വിനോദുണ്ട്. വിനോദ് പറഞ്ഞു, സാറേ, ആ പെണ്ണിന്റെ കേസ് ഞാൻ നോക്കുന്നുണ്ട്. അവള് വെറുതെ ഇരുന്ന് നുണ പറയുന്നതാ, നമുക്ക് പെട്ടെന്ന് കേസ് ക്ലോസ് ചെയ്യാം. മനോജിനത് കേട്ട് ദേഷ്യം വന്നു. മനോജ് പറഞ്ഞു, മേളിൽ നിന്നുള്ള ഉത്തരവായിരിക്കുമല്ലേ, മേമയും മരുമോനും കൂടി ഉണ്ടാക്കുന്നത് ആർക്കും ഇവിടെ അറിയില്ലെന്ന് കരുതരുത്. ആരും പൊട്ടന്മാരല്ല. മനോജിന്റെ ആ ഫ്രസ്ട്രേഷൻ വിനോദിന്റെ മുഖത്തൊരു ചിരി തെളിയിച്ചിരുന്നു.
വൈകാതെയാണ് ക്യാന്റീൻ ഉദ്ഘാടനത്തിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്. മനോജ് പ്രൊട്ടക്ഷനായി ഡ്യൂട്ടിയിട്ട് അവിടെ പോയി. അവിടെയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജീവനും എസ് പിയും എല്ലാം എത്തുന്നുണ്ടായിരുന്നു. മറുവശത്ത് SI ട്രെയിനി വിനോദും ഒരു കോൺസ്റ്റബിളും കൂടി രോഹിണിയെ മെഡിക്കൽ എടുക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. കോൺസ്റ്റബിൾ മാറിയ സമയത്ത് രോഹിണി ബാത്റൂമിൽ പോകണം എന്ന് വിനോദിനോട് പറഞ്ഞു. വിനോദ് രോഹിണിയെ ടോയ്ലറ്റിലേക്ക് എത്തിച്ചു. പിന്നാലെ പുറത്തേക്ക് വന്നവൾ കോൺസ്റ്റബിൾ സിനിയൊന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. സിനി ഫോൺ വിളിക്കാൻ വേണ്ടി മാറിയതായിരുന്നു. എന്താ കാര്യമെന്ന് വിനോദ് ചോദിച്ചപ്പോ താൻ പീരിയഡ്സ് ആയെന്ന് അവൾ പറഞ്ഞു. അതോടെ വിനോദ് സിനിയെ വിളിക്കാൻ അങ്ങോട്ടേക്ക് മാറി. തിരികെ വന്നു നോക്കുമ്പോ അവിടെ രോഹിണി ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. SI വിനോദും സിനിയും ബാക്കിയുള്ളവരും അവളെ തിരയാൻ ആരംഭിച്ചു. ഇതേ സമയം മറുവശത്ത് ഫംഗ്ഷനിലായിരുന്ന SHO മനോജ് അവിടെ നിന്ന് മാറിയിരുന്നു. പിന്നെയാണ് വ്യക്തമാകുന്നത് യാഥാർത്ഥ്യത്തിൽ അത് മനോജിന്റെ പദ്ധതിയായിരുന്നു. മനോജായിരുന്നു അന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്തെത്തിയ രോഹിണിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. രോഹിണി പുറത്തു ചാടിയെന്നറിഞ്ഞാൽ ജീവനും സംഘവും അവളെ തേടിയെത്തും. അപ്പോ അവരെ കൈയോടെ പിടികൂടാം. അതായിരുന്നു മനോജിന്റെ പദ്ധതി. മനോജ് എന്ന രോഹിണിയുമായി നേരെ പോയത് അവിടെയുള്ള ഒരു ബസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തേൽപ്പിച്ചിരുന്ന രോഹിണിയുടെ ബാഗ് വാങ്ങി. രോഹിണി അതിനുള്ളിൽ നിന്നും പെൺഡ്രൈവ് എടുത്ത് മനോജിന് കൊടുത്തു. കൂട്ടത്തിൽ മനോജ് കാണാതെ ചെറിയൊരു ആയുധമെടുത്ത് കയ്യിൽ വെച്ചു. പിന്നാലെ രോഹിണിയെ അവിടെ ഇരുത്തി മനോജും സംഘവും നിരീക്ഷണത്തിനായി ചുറ്റിലും നിരന്നു. ഡേവിഡോ ജീവനോ സംഘമോ ആരെങ്കിലും രോഹിണിയെ തേടിയെത്തും. അപ്പോൾ കൈയോടെ പിടികൂടാം. അതായിരുന്നു പദ്ധതി. ഇതിനിടയിൽ മനോജിന്റെ സ്റ്റേഷനിലേക്ക് മൈസൂരിലെ സ്റ്റേഷനിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ ഉദ്യോഗസ്ഥൻ വിളിച്ചു. മനോജ് ഇല്ലാത്തതുകൊണ്ട് SIയോട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. സ്റ്റേഷനിൽ പോലീസുകാർ മഫ്തിയിൽ രോഹിണിയെ പിടികൂടാൻ വരുന്ന ഡേവിഡിനെയും മറ്റും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് ഈ സമയം മനോജിന് തുടരെ കോളുകൾ വരാൻ തുടങ്ങി. മനോജ് ആ ടെൻഷനിലായതുകൊണ്ട് കോൾ എടുക്കുന്നേയുണ്ടായിരുന്നില്ല. ഈ സമയം കേസിന്റെ കാര്യങ്ങൾ നോക്കുകയായിരുന്ന ലീവിൽ പോയിരുന്ന ആ കോൺസ്റ്റബിൾ ചില കാര്യങ്ങൾ വായിച്ചതും ഒരു ഞെട്ടലോടെ SIയുടെ അടുത്തെത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതിനിടയിൽ ക്യാന്റീൻ ഉദ്ഘാടന പരിസരത്തുണ്ടായ ജീവന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ അവിടെ ഒരു കോൺസ്റ്റബിളിനെ മനോജ് ഏർപ്പാടാക്കിയിരുന്നു. ജീവൻ ആരോടോ ടെൻഷൻ ചെയ്ത് ഫോൺ വിളിക്കുകയാണ് എന്ന വിവരമൊക്കെ മനോജിന് ആ കോൺസ്റ്റബിൾ വഴി ലഭിച്ചു. അതോടെ രോഹിണി രക്ഷപ്പെട്ട വിവരം ജീവന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നും മനോജ് ചിന്തിച്ചു. അപ്പോഴാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഡേവിഡിനെ പോലൊരാൾ കടന്നു വന്നത്. ജീവനുടൻ നിർദ്ദേശം കൊടുത്തു. പോലീസുകാർ വട്ടമിട്ട് അയാളെ പിടിച്ചു. പക്ഷേ അത് ഡേവിഡ് ആയിരുന്നില്ല, ഒരു പിക് പോക്കറ്റുകാരൻ മാത്രമായിരുന്നു. അവിടെ നിന്ന് ആ സമയം ശബരിമലയിലേക്ക് പോകുന്ന ഒരു ബസ് പുറപ്പെടുന്നുണ്ടായിരുന്നു. മനോജ് വേഗത്തിൽ രോഹിണിയെ നോക്കി. രോഹിണിയെ അവിടെങ്ങും കാണാനുണ്ടായിരുന്നില്ല. ജീവനും സംഘവുമായിരിക്കും അത് ചെയ്തത് എന്ന് ചിന്തിച്ച മനോജ് ജീവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ജീവന്റെ അടുത്തുണ്ടായിരുന്ന ആ കോൺസ്റ്റബിളിനോട് പറഞ്ഞു. പിന്നാലെ നേരെ സ്റ്റേഷനിലേക്ക് വെച്ചു പിടിച്ചു. മനോജ് സ്റ്റേഷനിലെത്തുമ്പോൾ ജീവൻ അവിടെ കസേരയിലിരിക്കുകയാണ്. മറ്റ് കോൺസ്റ്റബിൾസ് ചുറ്റിലുമുണ്ട്. അങ്ങോട്ടേക്ക് കടന്നു വന്നതും ജീവനെ കണ്ട ദേഷ്യത്തിൽ രോഹിണിയെപ്പറ്റി ചോദിച്ച് ജീവനെ മനോജ് മർദ്ദിച്ചു. ജീവൻ താഴെ വീണു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുന്നതിനു മുമ്പേ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. മനോജ് തന്റെ കയ്യിലെ പെൺഡ്രൈവ് എടുത്ത് SIക്ക് കൊടുത്ത് അത് കുത്തി അതിലെ വിവരങ്ങൾ നോക്കാൻ പറഞ്ഞു. SIക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും മനോജ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് SI ആ പെൺഡ്രൈവ് കുത്തി. പക്ഷേ അതിലുണ്ടായിരുന്നത് യേശുദാസിന്റെ പാട്ടുകൾ മാത്രമായിരുന്നു. മനോജ് അത് കേട്ട് ഞെട്ടി. പിന്നാലെ SI മനോജിനോട് അക്കാര്യം പറഞ്ഞു. മൈസൂർ സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു. രോഹിണി അവിടെ നിന്ന് അവരെയും പറ്റിച്ചു മുങ്ങിയതാണത്രേ. അത് കേട്ടതും മനോജ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. രോഹിണിയെ സത്യത്തിൽ ആരും തട്ടിക്കൊണ്ടുപോയതായിരുന്നില്ല. കേരള പോലീസിനെയും വെട്ടിച്ച് ശബരിമലയ്ക്ക് പോകുന്ന ബസ്സിൽ കയറി അവൾ മുങ്ങിയതായിരുന്നു. പിന്നാലെ നേരത്തെ ലീവിലായിരുന്ന ആ കോൺസ്റ്റബിൾ വന്ന് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മനോജിനോട് വിശദീകരിച്ചു. അവളുടെ കഥയെന്ന് പറഞ്ഞ് ഡേവിഡിന്റെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞ് അവൾ പറഞ്ഞത് മുഴുവൻ ആ കോൺസ്റ്റബിൾ സ്റ്റേഷനിലിരുന്ന് കണ്ട മാംഗല്യം എന്ന സീരിയലിന്റെ കഥയാണ്. കോൺസ്റ്റബിൾ സ്റ്റേഷനിലിരുന്നത് കാണുമ്പോ രോഹിണിയും അവിടെ ഇരുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നാലെ കാര്യങ്ങൾ വ്യക്തമായി. എല്ലാ കുറ്റങ്ങളും ചെയ്തത് രോഹിണി ഒറ്റയ്ക്കാണ്. പക്ഷേ സ്റ്റേഷനിലെത്തിയത് മുതൽ അവൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജീവനുമായുള്ള മനോജിന്റെ പ്രശ്നം ക്യാന്റീൻ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനും പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാനും വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ SIയോട് സംസാരിച്ചത് കേട്ട് അവൾ മനസ്സിലാക്കിയതാണ്. അന്ന് തന്നെ ലീവിന് പോയ കോൺസ്റ്റബിൾ എടുത്ത പത്രത്തിൽ നിന്നാണ് അരുൾ മരണപ്പെട്ട വിവരവും മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന വിവരവും അവൾ നോക്കിക്കാണുന്നത്. കൂട്ടത്തിൽ മാംഗല്യം സീരിയലിന്റെ സ്റ്റോറിയും ഒക്കെ ചേർത്ത് അവൾ ഒരു കഥയുണ്ടാക്കി. വളരെ ഭംഗിയായി അത് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. മനോജ് അവളുടെ കിണിയിൽ വീണുപോയതാണ്. എന്ത് ചെയ്യാൻ, എല്ലാം കൊണ്ടും മനോജ് വിട്ടു. രോഹിണി രക്ഷപ്പെടുകയും ചെയ്തു. മനോജ് സസ്പെൻഷനിലുമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കാര്യങ്ങളിലൊന്ന് വ്യക്തത വരുത്താൻ ഡേവിഡ് എന്ന പേരുള്ള ആ വ്യക്തിയെ തിരിഞ്ഞ് മനോജ് പോയി. ഡേവിഡ് അപ്പോൾ ഒരു പാസ്റ്ററായി മാറിക്കഴിഞ്ഞിരുന്നു. ഡേവിഡിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഡേവിഡും രോഹിണിയുടെ തട്ടിപ്പിനിരയായ ഒരു വ്യക്തിയാണ്. അന്ന് കോടതിയിൽ വെച്ച് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിനിടയിൽ
അവളെ കണ്ടപ്പോൾ ഡേവിഡ് അവളോട് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. അതായിരുന്നു വിജയകുമാർ പോലീസിനോട് പറഞ്ഞതും. അന്ന് വിജയകുമാറിനെ തന്റെ ചേട്ടൻ എന്ന മട്ടിലാണ് ഡേവിഡിനടുക്കൽ രോഹിണി പരിചയപ്പെടുത്തിയത്. ചേട്ടനെ കണ്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഡേവിഡിനടുക്കൽ നിന്ന് അവൾ മാറിയതാണത്രേ. പിന്നീട് അവളെ കണ്ടിട്ടേയില്ല. രോഹിണി തന്നെ അക്ഷരാർത്ഥത്തിൽ പെടുത്തിയതാണ് എന്ന് മനോജ് തിരിച്ചറിഞ്ഞു. ഒരു കൊല്ലത്തിനു ശേഷം മെൻസ് ആർമി വീണ്ടും സജീവമായി രോഹിണിയെ തിരയുന്നുണ്ട്. ഗ്രൂപ്പിലേക്കിപ്പോൾ സുഭാഷും പുതിയ ആളുകളും വന്നു ചേർന്നിരിക്കുന്നു. അവരുടെ ചാറ്റിലാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. രോഹിണിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി വരുമ്പോ ഒരു ഗുണ്ടാസംഘം ആക്രമിച്ചല്ലോ. യാഥാർത്ഥ്യത്തിൽ അവൾക്കൊരു പണി കൊടുക്കാൻ മെൻസ് ആർമി കൊടുത്ത കൊട്ടേഷനായിരുന്നു അത്. പക്ഷേ അന്നത് ചീറ്റിപ്പോയി. ഇപ്പോൾ ഗ്രൂപ്പിൽ അതിന്റെ ഫണ്ട് പിരിവ് നടക്കുകയാണ്. ഇതേസമയം തമിഴ്നാട്ടിൽ മനോജ് ഒരു മുരുകൻ കോവിലിലായിരുന്നു. വിജിയുടെ വീട്ടുകാരെ ഒരു തരത്തിൽ കൺവിൻസ് ചെയ്ത് വിജി അവൻ വിവാഹം കഴിച്ചു. പക്ഷെ കുറെ നേർച്ചകളുണ്ടായിരുന്നു. അത് നിറവേറ്റാൻ മനോജ് കോവിലിൽ വന്നിരിക്കുകയാണ്. കാവടിയുമെടുത്ത് മനോജ് മുകളിലേക്ക് കയറുന്ന സമയത്ത് മുന്നിലത വധുവേഷത്തിൽ രോഹിണി തന്റെ തട്ടകം തമിഴ്നാടാക്കി മാറ്റിയിരിക്കുന്നു. ഒരു തമിഴ് പയ്യനെ വിവാഹം കഴിക്കാനുള്ള പദ്ധതിയിലാണ് അവൾ. അവിടെ വെച്ച് മനോജും രോഹിണിയും പരസ്പരം കണ്ടു. മനോജിൽ രോഷം മാളിക്കത്തുന്നുണ്ടായിരുന്നു. രോഹിണിയെന്ന് മനോജ് വിളിച്ചു. മനോജിനെ കണ്ടതും രോഹിണി അവിടെ നിന്ന് മുങ്ങാനായി ഓടാൻ തുടങ്ങി. മനോജ് അവളുടെ പിന്നാലെ വെച്ചുപിടിച്ചു. ആ ദൃശ്യത്തിൽ രസകരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്ത് സഹായിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.